പ്ലസ് ടു മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് നോക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങൾ ഓണപരീക്ഷയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഈ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. മാത്രമല്ല നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താന്നുള്ളത്, അതിന്റെ കൺസെപ്റ്റ് എന്താന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിന്റെ കൂടെ തന്നെ വരാൻ സാധ്യതയുള്ള 1-2 ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ 3 സെറ്റ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന 3 സെറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ എ നിന്ന് ബിയിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഫംഗ്ഷൻ എഫ് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ എഫ് ആണ്. ബി നിന്ന് സിയിലേക്ക് മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ ജി ആണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യാണ്. എ ടു ബി ഫംഗ്ഷൻ വിൽ ബി എഫ്, ബി ടു സി ഫംഗ്ഷൻ ജി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ് എ എന്ന് പറയുന്ന ആ സെറ്റിലെ ഒരു എലമെന്റ് ആണ് എക്സ്. എ എന്ന് പറയുന്ന ആ സെറ്റിലെ ഒരു എലമെന്റ് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ അണ്ടർ ദ ഫംഗ്ഷൻ എഫ്, എക്സിന്റെ ഇമേജിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു എഴുതും. എക്സിന്റെ ഇമേജിനെ നമ്മൾ എന്ത് പറയും? എഫ് ഓഫ് എക്സ് എന്ന് പറയും. കാരണം എന്താ? ഈ ഫംഗ്ഷന്റെ പേരെന്താ? എഫ്. അതായത് ഈ എലമെന്റിന്റെ ഇമേജ് അണ്ടർ ദ ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ അതിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ കേസ്, ഈ പറഞ്ഞ പോലെ എയും ബിയും നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇനി ബിയും സിയും പറയാണ്. ഇപ്പൊ നോക്കിയേ, ബിയിലെ എലമെന്റ് അല്ലേ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എലമെന്റ് ആരാണ്? എഫ് ഓഫ് എക്സ് ആണ്. അണ്ടർ ദ ഫംഗ്ഷൻ ജി. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്താ? ഇതിന്റെ ഇമേജിനെ നമ്മൾ എങ്ങനെ ഇവിടെ ചെയ്തു? നിങ്ങളിതാ നേരത്തെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയ പോലെ ഇവിടെ ജി ആണ് ഫംഗ്ഷൻ കൊണ്ട് ജി ഓഫ് നമ്മുടെ എലമെന്റ് ആരാണ്? എഫ് ഓഫ് എക്സ്. അതിനെ ഉള്ളിൽ എഴുതും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന്റെ ഇമേജ് ആണ് ആര്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ. അണ്ടർ ദ ഫംഗ്ഷൻ ജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എ നിന്ന് ബിയിലേക്കും ബി നിന്ന് സിയിലേക്കും ഇങ്ങനെ പോകുന്നതിന് പകരം ഞാൻ പറയാണ് എ നിന്ന് സിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എ നിന്ന് സിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എടാ, ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ജി കോമ്പോസിഷൻ ഓഫ് എഫ്. ഇവനെ വിളിക്കുന്ന പേരാണെന്ത്? ജി കോമ്പോസിഷൻ ഓഫ് എഫ്. ഓക്കെ, അപ്പൊ ആരാണ് എ എന്ന് സിയിലേക്ക് പറയുന്ന ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ജി കോമ്പോസിഷൻ ഓഫ് എഫ്. എന്താ ഈ ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ? ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. നിങ്ങൾ ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. എടാ ശ്രദ്ധിക്കുക, ജി എഫ് അല്ലേ. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് ജി കോമ്പോസിഷൻ ഓഫ് എഫിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ? ഇവിടെ എ എന്ന് സിയിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഫംഗ്ഷനെ അല്ലെ, എ എന്ന് ബിയിലേക്കും ബി എന്ന് സിയിലേക്കും പോകുന്നതിന് പകരം എ എന്ന് സിയിലേക്ക് ഡയറക്റ്റ് പോകുന്ന ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ? അഥവാ ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ നോക്കുക, ഇവിടെ ഡൗട്ട് വരാനുള്ള കാര്യം എന്താ വെച്ചാൽ ആദ്യത്തെ ഫംഗ്ഷൻ എഫ് അല്ലേ, രണ്ടാമത്തെ ഫംഗ്ഷൻ ജി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എഫ് കോമ്പോസിഷൻ ഓഫ് ജി എന്നല്ലേ പറയാ? അല്ല. ഇവിടെ നോക്കിയേ, ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിലാണ് ആര് കയറി കിടക്കുന്നത്? എഫ് ഓഫ് എക്സ്. അതായത് രണ്ടാമത്തേതാ ഈ ജി എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ ആര് കയറി കിടക്കാണ്? എഫ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കയറി കിടക്കാണ്. ഇതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കോസ് എക്സ് സ്ക്വയർ, കോസ് മോഡ് എക്സ് അല്ലെ, അല്ലെങ്കിൽ സൈൻ എക്സ് ക്യൂബ് അല്ലെ, ഇ റേസ് ടു എക്സ് ക്യൂബ്. ഇവിടെയൊക്കെ നോക്കിയേ, ഇതിനൊക്കെ നമ്മൾ ശരിക്കും പറയാം കോസ് എക്സ് എന്നുള്ളതായിരുന്നു നമ്മുടെ ശരിക്കുള്ള ഫംഗ്ഷൻ അല്ലെ. അതിൽ ഈ എക്സിന് പകരം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ മറ്റൊരു ഫംഗ്ഷൻ കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ കോസ് മോഡ് എക്സ് കണ്ടില്ലേ, മോഡ് എക്സ്, എക്സിന് പകരം ഇവിടെ വന്നത് മോഡ് എക്സ് ആണ്. നോക്കിയേ, ഇ റേസ് ടു എക്സ് ക്യൂബ്, ശരിക്കും നമ്മൾ ഇ റേസ് ടു എക്സ് എന്നാണ് പറയാറ് അല്ലേ. ആ എക്സിന് പകരം ആര് കയറി വന്നു? എക്സ് ക്യൂബ് കയറി വന്നു. ക്ലിയർ? അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ കയറി ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ? അതിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെ മാറ്റി എഴുതണം? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് മാറ്റി എഴുതണം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്ത ചോദ്യം ഇതാണ്, ജി ഓഫ് എഫ് ഇതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എഫ് കോമ്പോസിഷൻ ഓഫ് ജി? എന്തായിരിക്കും എഫ് കോമ്പോസിഷൻ ഓഫ് ജി? ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ഓഫ് ജി എന്തായിരിക്കും?
മക്കളെ ആദ്യം എഫ് എഴുതുക, രണ്ടാമത്താണല്ലോ ജി, അതിനുള്ളിൽ ജി ഓഫ് എക്സ് എഴുതുക. എഫ് കോമ്പോസിഷൻ ഓഫ് ജി എന്തായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, നിങ്ങൾ ബാക്കി എന്തറിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ അറിയേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് കണ്ടാൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെ മാറ്റിയെഴുതാൻ അറിയണം? ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് കോമ്പോസിഷൻ ഓഫ് ജി എന്ന് കണ്ടാൽ അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെഴുതാം? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം കൂടി, എന്തായിരിക്കും എഫ് കോമ്പോസിഷൻ ഓഫ് എഫ്? എന്താ അതിന്റെ അർത്ഥം? എഫ് കോമ്പോസിഷൻ ഓഫ് എഫിന്റെ അർത്ഥം എന്താ? എടാ, എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ എഫ്, ബിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനും എഫ് തന്നെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ന് സിയിലേക്ക് ഡയറക്റ്റ് പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എഫ് കോമ്പോസിഷൻ ഓഫ് എഫ്. അതിന് നമുക്ക് എങ്ങനെ മാറ്റിയെഴുതാം? എഫ് ഓഫ് എഫ് ഓഫ് എക്സ്. എങ്ങനെ മാറ്റിയെഴുതാം? എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് മാറ്റിയെഴുതാൻ പറ്റും. ക്ലിയർ? ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഒരു ഡൗട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് ഇപ്പോൾ ഞാൻ ഇവിടെ ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്നല്ല പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ഓഫ് ജി എന്ന് പറഞ്ഞാൽ സിന്ന് ഡയറക്റ്റ് എയിലേക്കാണോ എന്ന് ചോദിക്കാം. ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ ജിയും രണ്ടാമത്തെ ഫംഗ്ഷൻ എഫും ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും കിട്ടുക? ഇവിടെ ജി ഓഫ് എക്സ് എന്ന് വരും, ഇവിടെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും അല്ലെ? എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലടാ നമ്മുടെ എഫ് കോമ്പോസിഷൻ ഓഫ് ജി. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ആദ്യം ജിയും രണ്ടാമത് എഫും വരുമ്പോൾ ഇവിടെ വരുന്ന ഫംഗ്ഷൻ ആണ് എഫ് കോമ്പോസിഷൻ ഓഫ് ജി. ക്ലിയർ? ആ ചുമ്മാ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി, അത് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആവണമെന്നില്ലല്ലോ. അപ്പോൾ എന്ന് സിയിലേക്ക് പറയുന്ന കാര്യം സിന്ന് തിരിച്ച് നമുക്ക് എയിലേക്ക് പറയണം ഉറപ്പൊന്നുമില്ല, അത് ശരിയാണെന്ന് ഒരു ഉറപ്പുമില്ല. ക്ലിയർ? അപ്പോൾ ഇത്ര ഓർത്ത് വെക്കാം, ജി കോമ്പോസിഷൻ ഓഫ് എഫ് കോമ്പോസിഷൻ ഓഫ് ജി, അതേപോലെ എഫ് കോമ്പോസിഷൻ ഓഫ് എഫ്. ക്ലിയർ? ഇനി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഒരു ചോദ്യം നോക്കാം. ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞത് ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ്, അതേപോലെ എഫ് കോമ്പോസിഷൻ ഓഫ് ജി. ഈ ജി കോമ്പോസിഷൻ ഓഫ് എഫും എഫ് കോമ്പോസിഷൻ ഓഫ് ജിയും ഈക്വൽ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതാണ് ചോദ്യം. അതിൽ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആരാണ് എഫ് ഓഫ് എക്സ്, ആരാണ് ജി ഓഫ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇതിനെ ഒന്ന് മാറ്റിയതാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം തന്ന കാര്യങ്ങൾ അതേപോലെ എടുത്തെഴുതണം. ഒന്നാമത് എഴുതുന്നുണ്ട് എന്താണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ കോസ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? കോസ് എക്സ് ആണ്. രണ്ടാമത് എന്താണ് ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ ആരാണ്? 3x² ആണ്. ക്ലിയർ? 3x² ആണ് നമ്മുടെ ജി ഓഫ് എക്സ്. ഒന്നാമത് കാണേണ്ടത് ജി കോമ്പോസിഷൻ ഓഫ് എഫ്. ഒന്നാമത് കാണേണ്ടത് എന്താണ്? ജി കോമ്പോസിഷൻ ഓഫ് എഫ്. നിങ്ങൾക്കറിയാം, ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയതാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് മാറ്റിയതാം. ക്ലിയർ? ഇവിടെ ശരിക്കും ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പറയുക കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എക്സ് എന്ന് പറയും. ക്ലിയർ? ഇനി നോക്കുക, ഇനി എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ജി ഓഫ്, മക്കളെ നോക്കിയേ, ആരാണ് എഫ് ഓഫ് എക്സ്? കോസ് എക്സ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് അല്ലെ? അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കോസ് എക്സിനെ കൊണ്ടുവച്ച് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? നോക്കിയേ, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ആരാന്ന് നോക്കുക, അത് കോസ് എക്സ് ആണ്. ആ കോസ് എക്സിനെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഇടുക. സിമ്പിൾ ആയ കാര്യമാണല്ലോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്, തൊട്ടടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് വേണ്ടത് എന്താണ്? ജി ഓഫ് കോസ് എക്സ് അല്ലെ? ഇത് വായിക്കുക, ജി ഓഫ് കോസ് എക്സ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തായിരുന്നു ജി ഓഫ് എക്സ് എന്ന് നോക്കുക. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x² ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ജി ഓഫ് എക്സ് അല്ല, ഇവിടെ കാണുന്നത് എന്താണ്? ജി ഓഫ് കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ജി ഓഫ് എക്സ് 3x² ആണെങ്കിൽ ജി ഓഫ് കോസ് എക്സ് എന്തായിരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. നോക്കുക, ജി ഓഫ് എക്സ് 3x² അല്ലേ? ഞാൻ അതേപോലെ തന്നെ എത്തി 3. ഈ എക്സ് കണ്ടോ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ആ എക്സ് കാണുന്നിടത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ആരാണോ അയാൾ ഇട്ട് കൊടുക്കുക. ഈ പറയുന്ന ജി ഓഫ് എക്സിൽ എക്സ് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ ആരിട്ട് കൊടുക്കുക? ഈ കോസ് എക്സിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 3 എക്സിന്റെ സ്ഥാനത്ത് 3x² ആയിരുന്നു, എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കോസ് എക്സ് ഇടുക. x² ആണല്ലോ, അപ്പൊ കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. 3 കോസ് എക്സ് ഹോൾ സ്ക്വയർ. എന്താണ് കോസ് എക്സ് ഹോൾ സ്ക്വയർ? അത് കോസ് സ്ക്വയർ എക്സ് ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? 3 കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഓക്കെ, ആൻസർ എന്താണ്? 3 കോസ് സ്ക്വയർ എക്സ്. വളരെ സിമ്പിൾ ആണ്. ക്ലിയർ? അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, ജി കോമ്പോസിഷൻ ഓഫ് എഫ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് കോസ് എക്സ് ഇട്ട് കൊടുത്തു. ഇനി ജി ഓഫ് എക്സ് 3x² ആണ്. നിങ്ങൾ എക്സ് കാണുന്നിടത്തിൽ കോസ് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ 3 കോസ് എക്സ് ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കോസ് സ്ക്വയർ എക്സ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് എന്ത് കാണാം? അപ്പോൾ നമ്മൾ ആദ്യം ജി കോമ്പോസിഷൻ ഓഫ് എഫ് കണ്ടുപിടിച്ചു. അടുത്തത് നമുക്ക് എന്ത് കാണാം? എഫ് കോമ്പോസിഷൻ ഓഫ് ജി. ക്ലിയർ? അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് മാറ്റി എഴുതാൻ പറ്റും. എഫ് ഓഫ് ജി ഓഫ് എക്സ്. വീണ്ടും നേരത്തെ അതേ പരിപാടി,
ഉള്ളിലുള്ള ആളാരാണ്? ജി ഓഫ് എക്സ് ആണ്. ആരാ ജി ഓഫ് എക്സ്? 3x² ആണ്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതും? എഫ് ഓഫ് 3x² എന്ന് പറഞ്ഞ് എഴുതും. എഫ് ഓഫ് 3x². ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, ആരാണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണ്. ഞാൻ പറഞ്ഞു എന്താണോ ഫംഗ്ഷൻ അവിടെ എക്സ് കാണുന്ന സ്ഥലത്ത് ഉള്ളിലുള്ള ആളെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഉള്ളിലുള്ള ആൾ ആരാണ്? 3x² ആണ്. എഫ് ഓഫ് എക്സ് ആരാണ്? എഫ് ഓഫ് എക്സ് ആരാണ്? കോസ് എക്സ് ആണ് അല്ലെ? കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് എക്സിന്റെ സ്ഥാനത്ത് ഉള്ളിലുള്ള ആള് 3x². എക്സിന്റെ സ്ഥാനത്ത് ഉള്ളിലുള്ള ആൾ ആരാ? 3x² ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? കോസ് 3x² എന്നാണ് വരിക. ക്ലിയർ? നോക്കിയേ, ജി കോമ്പോസിഷൻ ഓഫ് എക്സ് കിട്ടിയത് 3 cos² x ആണ്. എഫ് കോമ്പോസിഷൻ ഓഫ് ജിന്റെ ഉത്തരം കിട്ടിയത് കോസ് 3x² ആണ്. രണ്ടും ഈക്വൽ അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി കോമ്പോസിഷൻ ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ഓഫ് ജി. ക്ലിയർ? ഇത് ചിലപ്പോൾ 2 മാർക്കിനോ അല്ലെങ്കിൽ റിലേഷനും ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 1 ആണോ 2 ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാനുള്ള ആ ക്വസ്റ്റിന്റെ കൂടെയൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഓണപ്പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ക്ലിയർ? നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള പല തവണ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഇവിടെ നോക്കാം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 8x³, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട് x⁻⁴. നിങ്ങളോട് ഈ ക്വസ്റ്റിൽ പറയുന്നത് ഫൈൻഡ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് എഫ് കോമ്പോസിഷൻ ഓഫ് ജി ആണ്. ഓക്കെ, രണ്ടും ഈക്വൽ അല്ല എന്നൊന്നല്ല പ്രൂവ് ചെയ്യേണ്ടത്, രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് അല്ലെ? ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഇങ്ങനെ മാറ്റിയതാ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ? രണ്ടാം സ്റ്റെപ്പ് പറഞ്ഞു നിങ്ങൾ എഫ് ഓഫ് എക്സ് ആരാണ്? 8x³ അത് ഉള്ളിടുക 8x³. ക്ലിയർ? അടുത്ത സ്റ്റെപ്പ് ജി ഓഫ് എക്സ് ആരായിരുന്നു? x⁻⁴ ആണ് അല്ലെ? ജി ഓഫ് എക്സ് ആരാണ്? x⁻⁴ ആണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സിന്റെ സ്ഥാനത്ത് ആരിട്ട് കൊടുക്കണം? 8x³. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 8x³ അപ്പൊ ഓൾ റേസ് ടു 1/3 എന്ന് വരും. ക്ലിയർ? മക്കളെ നോക്കി, ഓൾ റേസ് ടു 1/3. ഈ 1/3 എന്ന് പറയുന്ന ആള് ഈ 8നും ബാധകമാണ്, x³ ബാധകമാണ്. അവിടെയൊക്കെയാണ് ചില ആളുകൾ തെറ്റിക്കുക. ഓർത്ത് വെക്കുക, ഇത് എല്ലാത്തിനും കൂടി ചേർന്നിട്ടാണ് റേസ് ടു 1/3 ഉള്ളത്. ശരിയാണല്ലോ? അപ്പോ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താൽ 8⁻⁴ അതേപോലെ x³ ക്ലിയർ? ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കേസ് ഇതാണ്. എടാ റേസ് ടു 1/3 x⁻⁴ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണ്. x⁻⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണ്. x⁻⁴ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണ്. ക്ലിയർ ആണല്ലോ? എവിടെയെങ്കിലും റേസ് ടു 1/2 എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സ്ക്വയർ റൂട്ട് ആണ്. റേസ് ടു 1/3 എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ക്യൂബ് റൂട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി 8⁻⁴ എന്നല്ല ഉള്ളത്. അത് ശരിക്കും നമ്മൾ എന്താ വായിക്കേണ്ടത്? ക്യൂബ് റൂട്ട് ഓഫ് 8 എന്നല്ല വായിക്കേണ്ടത്. ക്യൂബ് റൂട്ട് ഓഫ് 8 എത്രയാ? 2 ആണ്. 2ന്റെ ക്യൂബ് ആണ് 8. അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ എന്താ വരിക? ഇവിടെ 2 എന്ന് വരും. ക്ലിയർ? രണ്ടാമത്തെ നോക്കുക, അതാ ഇവനെ നോക്കുക. x⁻³ ഓൾ റേസ് ടു 1/3. ക്ലിയർ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. x⁻m ഓൾ റേസ് ടു n. അത് നമുക്ക് എന്താ ഉണ്ടാവുക? x⁻mn അല്ലെ? x⁻mn എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടാവുക. x⁻mn എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അതേപോലെ ഇവിടെ ആകുമ്പോൾ x⁻³ ഓൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ x⁻³ × 1/3 എന്ന് എഴുതാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 3 × 1 എന്താണ്? 3 ആണ്. അപ്പൊ 3/3 എന്ന് വരും. 3/3 എന്ന് പറഞ്ഞ ആൻസർ എന്താ ഉണ്ടാവുക? 1 ആണ് ഉണ്ടാവുക അല്ലെ? 3/3 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പോൾ ഉത്തരം നമുക്ക് എന്താ വരിക? 2x എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഉത്തരം വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ജി കോമ്പോസിഷൻ ഓഫ് എഫിന്റെ ഉത്തരം എന്താണ്? 2x ആണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? എഫ് കോമ്പോസിഷൻ ഓഫ് ജിയും കാണാം. എഫ് കോമ്പോസിഷൻ ഓഫ് ജി എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. നോക്കാം, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആരാണ്? ജി ഓഫ് എക്സ് x⁻⁴ ആണ്. x⁻⁴. ഇനി എഫ് ഓഫ് എക്സ് ആരായിരുന്നു? എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ 8x³ ആണ്. അപ്പൊ ഞാൻ 8 എന്ന് എഴുതി, എക്സ് കാണുന്ന ഇടത്തിൽ x⁻⁴ എന്ന് എഴുതി. അപ്പോൾ 8x³ ആണ് അല്ലെ? x⁻⁴ ഓൾ ക്യൂബ് എന്ന് പറഞ്ഞു വരും. ക്ലിയർ? ഇനി നോക്കുക, ഞാൻ ആ പറഞ്ഞ പരിപാടി തന്നെ 8 × x⁻⁴ × 3 അല്ലെ? അപ്പൊ 8 × x⁻⁴ 3/3 എത്രയാണ്? 1 ആണ്. അപ്പോൾ x⁻1 എന്ന് വരും. x⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ എഫ് കോമ്പോസിഷൻ ഓഫ് ജിന്റെ ആൻസർ എന്താണ്? 8x ആണ്. അതുപോലെ ജി കോമ്പോസിഷൻ ഓഫ് എഫിന്റെ ആൻസർ എന്താണ്? 2x ആണ്. ക്ലിയർ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നിങ്ങൾ കൃത്യമായിട്ട്
ഈ 2 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും നോക്കി വെച്ച് പോവുക. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതേപോലുള്ള ടോപ്പിക്കുകളും അതിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.